നമ്മളിങ്ങനെ ആപ്ലിക്കേഷനും സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നല്ല വാൾപേപ്പർ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിക്കൂടെ എന്ന്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ സെറ്റാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വാൾപേപ്പറുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും. നല്ല 3D ലുക്കിൽ ഒരുപാട് കാറ്റഗറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വാൾപേപ്പറുകളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്, അതും ഹൈ ക്വാളിറ്റിയിൽ. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. നിങ്ങളുടെ മൊബൈലിന് അനുയോജ്യമായിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വാൾപേപ്പറുകൾ കാറ്റഗറി ബേസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും. കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എത്ര നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ആവശ്യമുള്ളത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോരോ കാറ്റഗറി ബേസിൽ നമുക്ക് വാൾപേപ്പറുകൾ കാണാൻ സാധിക്കും. ആവശ്യമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ എല്ലാ വാൾപേപ്പറുകളും കാണാൻ സാധിക്കും. എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഓരോന്നും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വാൾപേപ്പറുകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇവിടെ ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3D ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ അമുലെഡ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ട് ഉണ്ട്, കാസ് ഉണ്ട്, സിറ്റി ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, ഫ്ലവർ ഉണ്ട്, ഫുഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലവ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറീസാണ് ഇവർ നൽകിയിട്ടുള്ളത്. ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ക്വാളിറ്റിയിൽ അതിൻ്റെതായ വാൾപേപ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യാം. ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങൾക്കത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നല്ല വാൾപേപ്പറുകൾ, ഡാർക്ക് മോഡിൽ തന്നെ ഒരുപാട് വാൾപേപ്പറുകൾ, നല്ല വാൾപേപ്പറുകൾ ഇവർ നൽകിയിട്ടുണ്ട്. അതൊക്കെ മൊബൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ലുക്ക് തന്നെ മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി നമുക്ക് ഈ വാൾപേപ്പറുകൾ എങ്ങനെയാണ് ഗാലറിയിൽ സേവ് ചെയ്യുന്നത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിന്നും ഞാനിപ്പോൾ ഈ ഒരു വാൾപേപ്പർ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു വാൾപേപ്പർ നമുക്ക് താഴെ കാണുന്ന നടുവിലുള്ള ഐക്കണോ അല്ലെങ്കിൽ ഇടതുഭാഗത്ത് ഐക്കണോ ഏത് വേണമെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആവും. പക്ഷേ നമുക്ക് ഒരു ആഡ്സ് ഇവിടെ കാണിക്കും. അത് കാണണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇതിൽ നിന്നും പുറത്ത് വന്നാലോ മതി. ഓക്കെ, ഓൾറെഡി ഈ വാൾപേപ്പർ സേവ് ആയി കഴിഞ്ഞു. നമ്മുടെ ഗാലറിയിൽ ആ ഒരു വാൾപേപ്പർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇഷ്ടമുള്ള വാൾപേപ്പറുകൾ ഇപ്പോൾ ഗാലറി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജിൻ്റെ സെക്ഷനിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു വാൾപേപ്പർ ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വാൾപേപ്പറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വാൾപേപ്പർ സംബന്ധമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.